ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് പീസസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിത്ത് ബോൺ ആയിട്ടും എടുത്തിട്ട് ചെയ്യാം, അതും ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു 4 ടീസ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 1 ടീസ്പൂൺ നിറച്ചും ഗാർലിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പിഞ്ച് ഒറിഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പിഞ്ച് പാപ്രിക്ക പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഒറിഗാനോയും പാപ്രിക്ക പൗഡറും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അത് ഓപ്ഷണലാണ്. പിന്നെ നമ്മളൊരു മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ മാവ് ചിക്കൻ പീസസിൽ നല്ലപോലെ കോട്ടായി വരത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾക്ക് ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഓരോരോ പീസസായിട്ട് നമ്മളിട്ടിട്ട് മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം എണ്ണയിൽ നിന്ന്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ എണ്ണയൊന്ന് അരിച്ചെടുത്തിട്ട് പാകത്തിനുള്ള എണ്ണ മാത്രം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഇതൊരു 10 അല്ലി വെളുത്തുള്ളി ഉണ്ട് ചെറുതായി നുറുക്കിയത്. സെയിം എണ്ണ തന്നെയാണ്, ഞാൻ അരിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെളുത്തുള്ളി ഒന്ന് നന്നായി മൂക്കട്ടെ. അതിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിലേക്ക് നല്ലോണം ഇറങ്ങണം. വെളുത്തുള്ളി നന്നായി മൂത്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ ചതച്ച മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലപോലെ മൂത്ത് വരണം, കരിഞ്ഞു പോകരുത്. നല്ല മൂത്ത മണം വരും. അപ്പോൾ നമുക്ക് ബാക്കി സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചില്ലി ഗാർലിക് സോസാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു 4 ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസ്, ഈ അളവിലേക്ക് 4 ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല വഴറ്റി കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിടണം. ഈ ടൈമിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ മുഴുവൻ ചിക്കൻ പീസസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഈ സോസ് മുഴുവൻ ഈ ചിക്കൻ പീസസ് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് തന്നെ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും, കാണാനായിട്ട് വളരെ രുചിയുമായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയി തുടങ്ങി. ഇപ്പോൾ ഈ സ്റ്റേജിൽ നമ്മളൊരു ചെറിയ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ഹണി ആഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. കുറച്ച് വൈറ്റ് സെസമി സീഡും സ്പ്രിംഗ് ഒനിയനും ഒക്കെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് ചൂടോടെ സെർവ് ചെയ്യാം. നമുക്ക് ഗെറ്റ് ടുഗദറും പാർട്ടിയൊക്കെ നടത്തുമ്പോൾ സ്റ്റാർട്ടറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബെല്ലൈക്കൺ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും ഒരു റെസിപ്പിയിലൂടെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.